ഉമ്മാക്ക് കൊടുക്കണ്ട. ഉമ്മാക്ക് നല്ല യൂസുഫ് അലി സാർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഫസ്റ്റ് ഉമ്മാനെ ചോദിച്ചിട്ടാണല്ലോ. ഹലോ ഗൈസ്, ഇവിടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അടിപൊളി പ്രാങ്ക് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഉമ്മാനെ പ്രാങ്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാനൊരു ജോലിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു വീഡിയോ എടുക്കുന്നൊരു പ്രാങ്ക് വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റ് ആണ് തന്നെ നല്ല ഫുള്ളായിട്ട് തന്നെ കാണാം. അടിപൊളി, ഞങ്ങൾക്ക് ചിരിക്കാനുള്ള വകയുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്കിപ്പ് ചെയ്യല്ല, ഫുൾ വീഡിയോ കാണാം, എന്നിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഹായ്, ഗുഡ് മോർണിംഗ് സാർ. എൻ്റെ പേര് ഫഹദ്. ഞാൻ കണ്ണൂരാണ്. പിന്നെ കണ്ണൂർ മുണ്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ അഡ്രസ്സ്. സെറീന മൻസിൽ, മുണ്ടേരി, പോസ്റ്റ് ഏച്ചൂർ, പിന്നെ 600592. അപ്പോൾ ഞാൻ ഈ ജോലിക്ക് അപ്ലൈ ചെയ്തത് എനിക്കിപ്പോൾ ഞാനൊരു ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഷോപ്പ് ഇപ്പോൾ തൽക്കാലം ക്ലോസ് ചെയ്തിട്ടുള്ള ചെറിയൊരു ബിസിനസ്സിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഞാനത് ഒഴിവാക്കി ഷോപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ സാമ്പത്തികപരമായിട്ട് കുറച്ച് പിന്നോക്കാവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജോലിക്ക് അപ്ലൈ ചെയ്തത്. നിങ്ങളുടെ കമ്പനീനെ പറ്റി അന്വേഷിച്ചിട്ട് നല്ലൊരു കമ്പനിയാണെന്ന് അറിയാൻ പറ്റിയത്, നല്ലൊരു ലോജിസ്റ്റിക് കമ്പനിയാണെന്ന് അറിയാൻ പറ്റിയത്. പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ആ ടെലികോം ഫീൽഡിലാണ് എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ്. പക്ഷേ പിന്നെ ഇത് ഈ ഫീൽഡ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് CV അയച്ചത്. CV അയച്ചതിന് ശേഷം നിങ്ങൾ എനിക്ക് റിപ്ലൈ തന്നു ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട്, ഉമ്മാൻ്റെ കൂടെ ഒരു വീഡിയോ എടുത്തിട്ട് അയച്ചു തരാൻ വേണ്ടിയിട്ട്. യൂസുഫ് അലി സാർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഫസ്റ്റ് ഉമ്മാനെ ചോദിച്ചിട്ടാണല്ലോ. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ചില സമയം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മ സെറീന, അന്താനത്ത് സെറീന എന്ന് പറയും. പിന്നെ അപ്പോൾ ഞാൻ നിങ്ങൾ രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ രാവിലെ കൃത്യം 4:30ക്കാണ് എണീക്കാറ്. കൃത്യം 4:30ക്ക് എണീച്ചതിന് ശേഷം പിന്നെ കുളിച്ച് ഫ്രഷായി പിന്നെ സുബഹി നിസ്കരിച്ച്, ഉമ്മ ഇന്നലെ എണീച്ചിട്ടുണ്ടാവില്ല, പിന്നെ ഉമ്മാനെ എണീപ്പിക്കും. എന്നിട്ട് ഉമ്മാക്ക് ഞാൻ ചായയിലായി കൊടുക്കും. ചായയും പിന്നെ അതിനൊപ്പം മുട്ട പുഴുങ്ങിയാണ് ഇവിടെ ഉണ്ടാകല്. മുട്ട പുഴുങ്ങിയതും അല്ലെങ്കിൽ പിന്നെ പഴം പുഴുങ്ങിയതും ഉണ്ടാകല്. അപ്പോൾ ഉമ്മനെ വിളിച്ചിട്ട് ഞാൻ മുട്ടയൊക്കെ കൊടുക്കും കേട്ടോ. ഉമ്മ ആ അപ്പോൾ പിന്നെ എന്താ പറയുക, അപ്പോൾ മുട്ട തിന്ന ആരോഗ്യമുണ്ട് പിന്നെ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പം മുട്ട തിന്ന നല്ല ആരോഗ്യം ഉണ്ടാകുന്ന പറഞ്ഞിട്ട് ഉമ്മ ഇപ്പം മുട്ടയെന്ന് ആക്കി തരുത്ത്. അല്ല മുട്ട പുഴുങ്ങിക്കൊന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മാക്ക് കൊടുക്കണ്ട. ഉമ്മാക്ക് നല്ല എല്ലാം ശരിക്കും ശരിക്കും വാ എല്ലാം കട്ട് കുറച്ചും കൂടി എല്ലാവരും നിങ്ങൾ അതിനെ പറ്റി പറയണോ? അതല്ലേ ശരിയല്ലേ, കുറച്ച് കളവെല്ലാം പറയണ്ടേ. അത് സംഭവം ശരിയാ, മുട്ടയ്ക്ക് ചായ അതില്ല. എല്ലാം ഇടായപ്പല്ലേ സത്യം. നിങ്ങൾ ഒരു മിനിറ്റ് ആ ഒരു സെക്കൻഡ് 30 സെക്കൻഡ് വീഡിയോ ഉള്ളു, അത് അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി. ഇതൊന്നും ഞാൻ ഇടൂല, ഇതിൽ കട്ട് ചെയ്യൂ. ഇതിപ്പോ ഇങ്ങനെ ഇടുന്നതല്ലേ, കുറച്ച് മുന്നോട്ടിരിക്കും. ആ യൂസുഫ് അലി എല്ലാ ഉമ്മമാരും ചോദിക്കുന്നില്ലേ, ഉമ്മയുണ്ടോന്നെല്ലാം ചോദിക്കില്ലേ ഇന്റർവ്യൂവിന് പോയാല്. അതുപോലെ തന്നെയാണ് അവൻ്റെ പറഞ്ഞു ഉമ്മയുണ്ടെങ്കിൽ ഉമ്മാൻ്റെ വീഡിയോ കൂടി അയച്ചു കൊടുക്കാനാണ് വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഗൈസ് ഒക്കെ എന്തായാലും ഈ ജോലി പോകണം, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ കാരണം ഭയങ്കര ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഈ ജോലി എങ്ങനെയായാലും എനിക്ക് കിട്ടിയേ പറ്റുമോ. അതുകൊണ്ടാണ് ഞാൻ ഉമ്മാനെ വെച്ച് ഉമ്മ എന്താ പറയുക പിന്നെ അടുത്ത് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത് അയക്കുന്നത് സാറിന്. അപ്പോൾ രാവിലെ പിന്നെ 6 മണിക്ക് ചായ കുടിച്ചതിന് ശേഷം 9 മണിക്ക് ഞാൻ ദോശ ചൂടും. ദോശയിൽ നാനാ ചൂടല്, പിന്നെ പരിപ്പറിയല്ലേ ഞാൻ തന്നെ ആക്കല്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ താമസം കേട്ടോ, ഞാനും വൈഫിവിടെ താമസം. വൈഫ് പിന്നെ ഉറക്കായിരിക്കും, ഉളപ്പം ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. അപ്പോൾ ഞാനാണ് ദോശയിൽ ഇട്ടിട്ട് 7 മണിയാകുമ്പോൾ ഉമ്മാക്ക് കൊടുക്കല്. പിന്നെ 7 മണിക്ക് ശേഷം ഞാൻ പിന്നെ ദോശയിൽ ഉണ്ടാക്കിയതിന് ശേഷം പുറത്ത് പോയിട്ട് മിറ്റെല്ലാം അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കി നല്ല പാത്രമെല്ലാം തേച്ച് വെച്ച് ഉമ്മാക്ക് എന്തെങ്കിലും തീരുമാനമെല്ലാം ഉമ്മാൻ്റെ ഡ്രസ്സെല്ലാം തിരുമ്പി കൊടുത്ത് ആറിയിട്ടിട്ടാണ് ഞാനടിഞ്ഞ് പോക്ക് ഒന്നുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ശീലമുള്ള ആളാണ്. അപ്പോൾ കിട്ടുന്ന ജോലി എന്തായാലും അതിൻ്റെ രീതിയിൽ തന്നെ ഞാൻ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഉമ്മാക്ക് അതിനെ പറ്റി പറയാനുള്ളത് നല്ല പോലെ തന്നെയാണ് എല്ലാം പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നത് തന്നെ. ജോലി എന്തായാലും കൊടുക്കേണ്ടത് പറയണ്ടേ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ജോലി കൊടുക്കാൻ പറയാം, ഭാര്യയില്ലാത്ത ജോലി കൊടുക്കാൻ വേണ്ടി പറയാം.
കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. ഇതിന് ഭാര്യമില്ലാത്ത ജോലിയെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓനെ എടുക്കാൻ തയ്യാറാണ്. അത് ഇൻഷാല്ലാ നിങ്ങളെ കമ്പനിക്കും പിന്നെ എൻ്റെ കമ്പനി നിങ്ങളെ കമ്പനിക്കും എൻ്റെ ജോലിക്കും അള്ളാഹു ബർക്കത്ത് തൊട്ട് ആമീൻ തരും. ആമീൻ. അപ്പോൾ എല്ലാവരും ദുആർക്കാം, നമുക്ക് നല്ലൊരു ജോലി കിട്ടാൻ മതി. ശരിയാണ്. ഇതിൽ കട്ട് അപ്പോൾ